അയ്യോ ഹലോ എടി എന്റെ ഭർത്താവ് എന്നെ തല്ലിക്കൊല്ലൂന്ന് പറഞ്ഞിട്ടാണ് ഈ വീട്ടിനകത്ത് നിന്ന് ഇറങ്ങിപ്പോയത്. എന്തായാലും അയാൾ വരുന്നതിന് മുമ്പിട്ട് ഞാൻ ഈ കിണറ്റിനകത്ത് ചാടി ചാകാൻ പോവാ. നിസ്സാര കാര്യമാടി. ഈ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നീ എന്റെ കൂടെ നിൽക്കത്തുള്ളൂ. നീ മാത്രമല്ല ഈ സ്ത്രീ സമൂഹം മൊത്തം എന്റെ കൂടെ നിൽക്കത്തുള്ളൂ. അയാൾ കറണ്ട് ചാർജ് അടക്കുന്ന പൈസ എടുത്ത് ഞാൻ എന്റെ പിരിക്കം പ്ലക്ക് ചെയ്ത് മുടി അങ്ങ് സ്ട്രൈറ്റ് ചെയ്ത് കൊള്ളാ പോടി. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചാടി ചാകാൻ പോവാടി. ഞാനിപ്പോ ചാകുവേ. നമ്മളിവിടെ വന്നില്ലേ, ആ വണ്ടിയുടെ സൈറനങ്ങ് ഓഫ് ചെയ്. ഇവിടുന്നായിരുന്നോ? പാത്തത്താറാവണോ ആത്മഹത്യ നിൽക്കുന്നത്? പാത്തത്താറാവോ കൊച്ചേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. എന്താ സാറേ? ഇവിടെ ആരാ സൂയിസൈഡ് ചെയ്യാൻ നിൽക്കുന്നത്? സാറല്ലേ ഇവിടെ ഷൂ ഇട്ട് ഷൈൻ ചെയ്ത് നിൽക്കുന്നത്? അതല്ലെന്ന്. പിന്നെ ഇവിടെ ആരാണ് ആത്മഹത്യ കയറി എന്റെ പൊന്ന് സാറ് ആരും ഇവിടെ നിക്കർ വിട്ടോണ്ട് ആത്മഹത്യ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. നിൽക്കുന്നത് അപ്പൊ ഏമ്പക്കം വിടുന്നതിന് യാതൊരു വിക്കലുമില്ലല്ലേ? കൊച്ചേ, നിനക്ക് വീട്ടില് ഭർത്താവില്ലേ? ഉണ്ട്. കൊച്ചില്ലേ? ഉണ്ട്. നിനക്ക് നല്ലൊരു കുടുംബമില്ലേ? ഉണ്ട്. പിന്നെ നിനക്ക് എന്നാത്തിന്റെ നിനക്ക് ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ ആരാന്ന്? കീരി. പിന്നെ ഇത്രയും കാലം ഒക്കെ വെച്ചാൽ കീറി പോകത്തില്ലേ? അതല്ല, ഞാൻ കീരി രാജേന്ദ്രൻ SI. എന്റെ സ്റ്റേഷനിലെ പോലീസുകാരെല്ലാം ഞാൻ അയ്യോ പലിശക്കാരൻ മുത്തു വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതെന്താ ബുള്ളറ്റിന്റെ ഒച്ച കേൾക്കുന്നത്? അതല്ല, വിറപ്പിക്കുന്ന SI കീരി രാജേന്ദ്രൻ. എന്നിട്ട് നിങ്ങളാണല്ലോ ഇവിടെ കിടക്കിടക്കിടാന്ന് പറഞ്ഞിട്ട് ഇറക്കുന്നത്. അതല്ല, കുട്ടിക്ക് എന്നെ അറിയാൻ പാടില്ലാത്തോണ്ടാണ്. സാർ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി സാറേ, ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പോവുക. കൊച്ച, നീ ആത്മഹത്യ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞ് രക്ഷപ്പെട്ട 1ാം ക്ലാസ് മൈസേട്ടിന്റെ മുമ്പിൽ കൊണ്ട് നിൽക്കേണ്ടി വരും. പിന്നെ 10ാം ക്ലാസ് വരെ പഠിച്ച ഞാനാണ് ഇനി 1ാം ക്ലാസ് പഠിച്ചവന്റെ മുമ്പിൽ പോയി നിൽക്കാൻ പോണം. വേണമെങ്കിൽ അവൻ ഇങ്ങോട്ട് വരാൻ പറ. സാറേ, സാറിനറിയാവോ എന്റെ ഭർത്താവ് ഒരു പൊട്ടറ്റോയാ. പൊട്ടറ്റോയാ? ഒരു കിഴങ്ങനാണെന്ന്. അതുകൊണ്ട് സാർ ഈ ആഴമുള്ള കിളത്തിന് ഞാൻ ചാടി മരിക്കാൻ പോവാ സാറേ. ഈ കിഴങ്ങിന് ആഴമുണ്ടോ? ആണ്ടെ സാറിന്റെ വടി പോയി. വടിയും പോയി. അയ്യോ താണ്ടെ സാറിന്റെ തൊപ്പിയും പോയി. അപ്പൊ എന്റെ ഭർത്താവ് മാത്രമല്ല പൊട്ടറ്റോ. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അച്ഛൻ മരിച്ച വേക്കൻസി ജോലിക്ക് കയറിയതാണ്? അല്ല. എന്നാ സ്ക്രാച്ച് ആൻഡ് വിനിലൂടെ ആയിരിക്കും. ഇതൊന്നും എഴുതി പോലീസിൽ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറേ എനിക്ക് മരിക്കണം സാറേ. എന്റെ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ എന്നെ കൊല്ലുന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ സാറേ. കൊച്ചെ, ആത്മഹത്യ ചെയ്യരുത്. അവനൊരു പുണ്ണാക്കം ചെയ്യത്തില്ല. എന്റെ നമ്പർ എന്തേലും ഉണ്ട്, എന്നെ വിളിച്ചാ മതി. പറ സാറേ. നമ്പർ നോട്ട് ചെയ്യ്. 9999. ഫാൻസി നമ്പറാണ്. അല്ലെന്ന്, 8 അല്ല, 98 4 വിളിക്കണ്ട, വന്ന് കണ്ടാ മതി. ഇല്ല സാറേ, ഇല്ല. ഞാൻ ഒന്നും നോക്കത്തില്ല. എന്റെ കൂട്ടുകാര് സുമയെ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പോവാ. സുമേ, ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്ത് എന്തായാലും ഞാൻ ആത്മഹത്യ തീരുമാനിച്ചിട്ട് ഞാൻ മരിക്കാനായിട്ടൊക്കെ പോവുക. പോലീസുകാർ വല വീശ വല വീശി ഇവരെ പിടിക്കുമ്പോള. എന്റെ ദൈവമേ, ഏതോ ഒരു പോലീസുകാരൻ വന്ന് എന്റെ കിണറ്റിനകത്ത് ചാടി ആത്മഹത്യ ചെയ്തേ. എന്നെ ആരെങ്കിലും രക്ഷിക്കും. ആണ്ടെ കിണറ്റിനകത്തും കിടന്ന് വിൽക്കുന്നു.